ഉത്തർപ്രദേശിലെ കാൺപൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു അന്തർ സംസ്ഥാന റാക്കറ്റിനെയാണ് പോലീസ് വലയിലാക്കിയത്. ടെലിഗ്രാം പോലുള്ള എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനുകൾ വഴി ദാതാക്കളെ കണ്ടെത്തി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വൃക്കകൾ വിൽക്കുന്ന രീതി. ഉത്തർപ്രദേശ് മുതൽ അങ്ങ് നേപ്പാൾ വരെ നീളുന്ന ഒരു വലിയ ശൃംഖലയാണ് ഇതെന്നാണ് കണ്ടെത്തൽ. ഡോക്ടർമാരും ഇടനിലക്കാരും ഒക്കെ ഉൾപ്പെടെ 10 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഈ വൃക്ക വിൽപ്പനയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഒരു വിദ്യാർത്ഥി അവൻ നൽകിയ പരാതിയിലാണ് ഈ വലിയ ക്രമക്കേടിന്റെ കഥ പുറം ലോകം അറിയുന്നത്. ഇവരുടെ പ്രവർത്തനം എങ്ങനെയാണ്? ഏജന്റുമാർ വഴിയാണ് ദാതാക്കളെ കണ്ടെത്തുന്നത്. ഡയാലിസിസ് സെന്ററുകൾ വഴി സ്വീകർത്താക്കളെയും അവർ കണ്ടെത്തും. കാൺപൂരിലെ ഒരു അപ്പാർട്ട്മെന്റുകളിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ചാണ് ഇടപാടുകൾ ഉറപ്പിക്കുന്നത്. തട്ടിപ്പിനിരയായ ബീഹാറിലെ സമസ്തിപൂർ സ്വദേശിയായിട്ടുള്ള ആയുഷ് എന്ന ഒരു MBA വിദ്യാർത്ഥി അവൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണത്തിലേക്കും ഈ വലിയ തട്ടിപ്പ് ശൃംഖലയിലേക്കും പോലീസിനെ എത്തിക്കുന്നത്. പഠനത്തിന്റെ ഭാഗമായി മീററ്റിൽ താമസിച്ചിരുന്ന ആയുഷിനെ ടെലിഗ്രാം വഴിയാണ് ഇടനിലക്കാർ ബന്ധപ്പെട്ടത്. സാമ്പത്തികമായി പിന്നിലായിരുന്ന അവന് പണം ആവശ്യമായിരുന്നു. അങ്ങനെ വൃക്ക നൽകുന്നതിനായി 10 ലക്ഷം രൂപയാണ് ഇവർ ആയുഷിന് വാഗ്ദാനം ചെയ്തത്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 9.5 ലക്ഷം രൂപ മാത്രമേ കൈമാറിയുള്ളൂ. ബാക്കി 50,000 രൂപ കൂടി നൽകണമെന്നാവശ്യപ്പെട്ട് ഇടനിലക്കാരുമായി ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. അങ്ങനെയാണ് ആയുഷ് പോലീസിനെ ബന്ധപ്പെട്ട് പരാതി നൽകുന്നത്. ये घटना इस प्रकार से, एक लड़का आयुष है जो डोनर है, जो MBA का स्टूडेंट है और देहरादून में पढ़ता है, और एक रेसिपिएंट हैं पारुल तोमर, ये मेरठ की रहने वाली हैं. इनकी 8 साल से किडनी फेलियर का केस चल रहा था और पारुल के संपर्क में डॉक्टर अफजाल आते हैं. जनरली ये जो जहाँ डायलिसिस होता है उनको अपना टारगेट बनाते हैं और वहाँ पर पोटेंशियली जो रेसिपिएंट हैं उनके बारे में जानकारी इकट्ठा करते हैं. फिर टेलीग्राम के आधार पर इन्होंने संपर्क करा है. और അധികം വൈകാതെ ആയുഷിന്റെ ആരോഗ്യനില വഷളാവുകയും ചെയ്തു. പിന്നാലെ ഇയാളെ കാൺപൂരിലെ ഹാലട്ടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ആയുഷിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതായി മനസ്സിലാക്കിയ പ്രതികൾ പിടികൂടപ്പെടുമെന്നുള്ള ഭയത്തിൽ ഈ ആയുഷിനെ ഈ ആശുപത്രിയിൽ നിന്ന് ആരും അറിയാതെ കടത്തിക്കൊണ്ടുപോയി മെഡ് ലൈഫ് എന്നുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. അവിടെ ആയുഷിനെ ഒളിപ്പിക്കാനായിരുന്നു ഈ പ്രതികളുടെ ഉദ്ദേശം. കാൺപൂരിലെ കല്യാൺപൂർ പ്രദേശത്തുള്ള 3 സ്വകാര്യ ആശുപത്രികളാണ് ഈ റാക്കറ്റിലെ പ്രധാന കണ്ണികളെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. അഹൂജ ഹോസ്പിറ്റൽ, ഒപ്പം മെഡ് ലൈഫ് ഹോസ്പിറ്റൽ, പ്രിയ ഹോസ്പിറ്റൽ, ഈ 3 ആശുപത്രികൾ നേരിട്ട് ഈ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മുസഫർ നഗർ സ്വദേശിയായിട്ടുള്ള പാരുൾ തോമർ എന്ന രോഗിക്കായിരുന്നു ആയുഷിന്റെ വൃക്ക നൽകിയത്. ഈ രോഗിയുടെ കുടുംബത്തിന്റെ പക്കൽ നിന്ന് അവർ വാങ്ങിയത് 60 ലക്ഷം രൂപയാണ് എന്നും ഓർക്കണം. എന്താണെങ്കിലും വലിയൊരു റാക്കറ്റാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.